അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ നമ്മൾ 9ാമത്തെ ചാപ്റ്ററാണ് പറയുന്നത്. പാഠത്തിൻ്റെ പേര് ടീം കമ്മ്യൂണിക്കേഷൻ ഇൻ ഓർഗനൈസേഷൻസ് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്, അതായത് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. ഇപ്പോൾ ഒരു ടീം വർക്ക് ആകുമ്പോൾ അതിൽ കമ്മ്യൂണിക്കേഷൻ, പരസ്പരം ബന്ധപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമുക്കറിയാം, ഇപ്പോൾ നിലവിലെ റിപ്പോർട്ട് പ്രകാരം നമുക്ക് ഈ ഒരു പഠനം നടത്തുമ്പോൾ 57% എംപ്ലോയീസും ജോലിക്കാരും അവർ എന്ത് ചെയ്യുന്നില്ല, അവർക്ക് കൃത്യമായ ഡയറക്ഷൻ മുകൾ ഭാഗത്തുനിന്ന് അവരുടെ മാനേജറാവട്ടെ സൂപ്പർവൈസറാവട്ടെ അവരിൽ നിന്ന് കൃത്യമായ അവർ എന്തൊക്കെ ഇനി ചെയ്യണം എന്നുള്ള കൃത്യമായ ഡയറക്ഷൻ സമയത്തിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് 57%. അതേ സമയത്ത് 69% മാനേജേഴ്സ് അവർ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ എംപ്ലോയീസിന്, ജോലിക്കാർക്ക് കൃത്യമായ ഡയറക്ഷൻ കൊടുക്കാനുള്ള ഒരു കംഫർട്ടബിലിറ്റി അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് അങ്ങനത്തെ ജോലിക്കാരായിരിക്കും ഉണ്ടാവുക. അപ്പോൾ രണ്ട് രൂപത്തിലുള്ള പഠനം എന്ത് ചെയ്യുന്നത് തെളിയിക്കുന്ന റിപ്പോർട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വായിച്ചത്. അപ്പോൾ പ്രധാനമായിട്ടും കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് അടങ്ങിയിട്ടുള്ള കമ്പോണൻസ്, പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഒന്നാമത്തെ, അതായത് ഇതിൻ്റെ പ്രോസസ്സിങ് ഫണ്ടമെൻ്റൽസാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തത് സെൻഡർ, അവിടെ ഒരു സെൻഡർ ഉണ്ടാവും, ഈ മെസ്സേജ് കൈമാറുന്ന ആളുണ്ടാവും. അപ്പോൾ അയാൾ ഏതെങ്കിലും ഒരു മീഡിയം സെലക്ട് ചെയ്യും, മെയിലോ വാട്സപ്പോ അല്ലെങ്കിൽ വീഡിയോ കോളോ, ഏത് മീഡിയം സെലക്ട് ചെയ്താലും അങ്ങനെ സെലക്ട് ചെയ്യുന്ന ഒരു സെൻഡർ അവിടെ ഉണ്ടാവും. പിന്നെ രണ്ടാമതായിട്ട് അവിടെ ഒരു മെസ്സേജ്, എന്താണോ കൈമാറുന്ന ഇൻഫർമേഷൻ, ആ ഒരു സംഗതി അവിടെ പ്രധാനമാണ്. പിന്നെ മൂന്നാമതായിട്ട് ചാനൽ, അതായത് ഏത് വഴിയിലൂടെയാണ്, ഏത് മാധ്യമത്തിലൂടെയാണ് ഇത് കൈമാറുന്നുള്ളത്, ഇമെയിലാണോ അതോ ഫേസ് ടു ഫേസ് ആയിട്ട് നേരിട്ട് നൽകുകയാണോ അല്ലെങ്കിൽ വീഡിയോ കോൾ വഴിയാണോ, അതാണ് ചാനൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നാലാമത്തെ റിസീവർ ഉണ്ടാവും അവിടെ, ഇത് മെസ്സേജ് കൈമാറി സ്വീകരിക്കുന്ന ആൾ, അയാളാണ് റിസീവർ. പിന്നെ ഫീഡ്ബാക്ക്, ഈ ഇൻഫർമേഷൻ ലഭിച്ചതിന് ശേഷം അയാൾക്ക് എന്തൊക്കെ ഇതിൽ ഇടപെടലുകൾ ചെയ്യാൻ സാധിക്കും, അപ്പോൾ അതിനെന്ത് ചെയ്യുക, കൃത്യമായൊരു ഫീഡ്ബാക്ക് നൽകുന്ന സംഗതി ഉണ്ടല്ലോ, അതാണ് അഞ്ചാമത്തെ ഇതിൻ്റെ ഒരു ഫണ്ടമെൻറ്റ്സിൽ പെടുത്തുന്നത്. പിന്നെ ടൈപ്സ് ഓഫ് ടീം കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഫോർമൽ vs ഇൻഫോർമൽ എന്നുള്ളത്. ഇപ്പോൾ ഫോർമൽ എന്നുള്ളത് വളരെ ഒഫീഷ്യലായിട്ടുള്ളതായിരിക്കും, കൃത്യമായ ചാനലുകൾ വഴി, ഈ മേലെ പറയപ്പെട്ട മാധ്യമങ്ങളിലൂടെ ആയിരിക്കും, കൃത്യമായ ഒഫീഷ്യൽ ചാനലുകളിലൂടെ എന്ത് ചെയ്യും, കൊടുക്കും. ഇൻഫോർമൽ ആകുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുവഴി എന്തുണ്ടാവുക വെച്ചാൽ കൃത്യമായ ഒരു ഒഫീഷ്യാലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ റൂമർ ആവാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഇൻഫർമേഷൻസൊക്കെ, ഇല്ലാത്ത കഥകളോ മറ്റു ഇല്ലാത്ത ഇൻഫർമേഷനുകളായിരിക്കും, കള്ള കഥകളായിരിക്കും ഉണ്ടാവുക. പിന്നെ അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ വെർബൽ vs നോൺ വെർബൽ എന്നുള്ളത്. അപ്പോൾ അവിടെ വെർബൽ ആകുമ്പോൾ അവിടെ വേർഡ്സ് ഉണ്ടാവും. പിന്നെ നോൺ വെർബൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ലാംഗ്വേജ്, എക്സ്പ്രഷൻസ് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്. പ്രധാനമായിട്ടും പഠനം തെളിയിക്കുന്നത് 55% ഈ ഒരു കമ്മ്യൂണിക്കേഷനെ, പരസ്പരം ബന്ധപ്പെടുന്ന ഈ ടീം വർക്കിനെ ഏറ്റവും കൂടുതൽ 55% അതിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് ഈ ഒരു നോൺ വെർബലായിട്ടുള്ള ബോഡി ലാംഗ്വേജ്, അങ്ങനത്തെ കാര്യങ്ങളാണെന്നുള്ളതാണ്. പിന്നെ പ്രധാനമായിട്ടും ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത് മെയിനായിട്ടുള്ള മൂന്ന് നെറ്റ്വർക്ക് ഘടനകളുണ്ട്. അതിൽ ഒന്നാമത്തതാണ് വീൽ നെറ്റ്വർക്ക് എന്ന് പറയും. അതായത് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് തന്നെ ഓരോ മാധ്യമങ്ങളിലും ഏത് രൂപത്തിലാണ് ആ ഒരു നെറ്റ്വർക്ക് കണക്ഷൻ, പരസ്പരം കമ്മ്യൂണിക്കേഷൻ ബന്ധപ്പെടുന്ന ഒരു സ്ട്രക്ചറിനെ വിശദീകരിക്കാനാണ് ഈ ക്ലാസിഫിക്കേഷൻ ഉള്ളത്. അപ്പോൾ ഒന്നാമത്തത് വീൽ നെറ്റ്വർക്കാണ്. അപ്പോൾ അതിൽ ഒരു സെൻട്രൽ പേഴ്സൺ ഉണ്ടാകും, അയാളാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക, അയാളായിരിക്കും അതിൻ്റെ ഹോസ്റ്റ് കാര്യങ്ങളൊക്കെ. പിന്നെ അടുത്തൊരു സംഭവമാണ് ചെയിൻ നെറ്റ്വർക്ക്. അതായത് ഇത് കൃത്യമായിട്ടുള്ള ഒരു
സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉള്ള ഒരു പ്രോസസ്സായിരിക്കും ഈ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തതാണ് ആൾ ചാനൽ നെറ്റ്വർക്ക് എന്നുള്ളത്. അപ്പോൾ ഇവിടെ എല്ലാ ആളുകളുടെയും കമ്മ്യൂണിക്കേഷൻ വളരെ ഇതൊന്നുകൂടി ബെസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇതിൻ്റെ പ്രോബ്ലം സോൾവിങ് ആണെങ്കിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കാവുന്ന ഓൾ ചാനൽ നെറ്റ്വർക്ക് എന്നുള്ളൊരു സംഗതിയാണ്. അതൊന്നുകൂടി എഫക്റ്റീവ് ആണെന്നുള്ളതാണ് നമുക്ക് പഠനം തെളിയിക്കുന്നത്. പിന്നെ ഇതിൽ ഈ പാഠത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഇംപ്രൂവിങ് ടീം കമ്മ്യൂണിക്കേഷൻ, അതിന് പ്രധാനപ്പെട്ട എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷനെ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുക, അതിനുള്ള സ്റ്റെപ്പുകൾ, ആക്ഷൻ സ്റ്റെപ്പുകളാണ്. ഒന്നാമത്തത് ആക്റ്റീവ് ലിസണിങ് ടെക്നിക്സാണ്. അതായത് കൃത്യമായിട്ടുള്ള ഒരു ശ്രദ്ധ അതിലുണ്ടാകണം. ഈ ആളുകൾക്ക്, ലിസണേഴ്സിനും എല്ലാവരും കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ വെറുതെ ആകാൻ പാടില്ല, എല്ലാവരും പരസ്പരം അതിന് കേൾക്കാൻ സന്നദ്ധരായിരിക്കണം. പിന്നെ അതുപോലെ ഫീഡ്ബാക്ക് ബെസ്റ്റ് പ്രാക്ടീസസ് ആണ്. അതായത് കഴിഞ്ഞ പാഠം എന്ത് ചെയ്യുക, അതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്കുകൾ അന്വേഷിക്കുക, അങ്ങനെ ഓരോരുത്തരുടെയും വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ, അഭിപ്രായങ്ങൾ അതിൽ നിന്ന് ശേഖരിക്കുക. പിന്നെ മൂന്നാമതാണ് ടെക്നോളജി ഇൻ്റഗ്രേഷൻ. പരമാവധി നല്ല ടെക്നോളജി, സാങ്കേതിക വിദ്യകൾ എന്ത് ചെയ്യുക, അതിന് ഉൾക്കൊള്ളിക്കുക. നല്ല ഇപ്പോൾ വീഡിയോ കോളാണെങ്കിലും മറ്റേത് ചാനലിലൂടെയാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടെങ്കിലും കൃത്യമായ നല്ലൊരു ടെക്നോളജി ഇൻ്റഗ്രേഷൻ അതിൽ വേണമെന്നുള്ളതാണ്. പിന്നെ നാലാമത്തെ കൾച്ചറൽ സെൻസിറ്റിവിറ്റി. ഓരോ സ്ഥലത്തും വ്യത്യസ്ത കൾച്ചർ, സംസ്കാര രീതികളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് അനുയോജ്യമായിട്ടുള്ള എല്ലാവർക്കും ഉതകുന്ന നല്ല ബെസ്റ്റായിട്ടുള്ളൊരു കൾച്ചറൽ സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ ഇതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അസ്സലാമു അലൈക്കും.